ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി നായകനായി രഞ്ജിത്ത് തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് 2000 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത സിനിമയാണ് വല്യേട്ടൻ. ഇന്നലെ നവംബർ 29 വെള്ളിയാഴ്ച 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തിയ ഈ സിനിമ വീണ്ടും മലയാളി സിനിമാ പ്രേക്ഷകർക്ക് നല്ലൊരു ദൃശ്യ വിരുന്നാണ് സമ്മാനിച്ചിട്ടുള്ളത്. മിനി സ്ക്രീൻ വഴി ഒട്ടനവധി പ്രാവശ്യം കണ്ടുമടുത്ത ഈ സിനിമ പുതിയ രീതിയിൽ 4K റീമാസ്റ്റർ ചെയ്ത് വീണ്ടും തിയേറ്ററിലെത്തിയപ്പോൾ മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് സമ്മാനിച്ചിട്ടുള്ളത്. ഈ സിനിമ അഡ്വാൻസ് ബുക്കിലൂടെ കേരള കളക്ഷനായി 14,70,000 രൂപയായിരുന്നു ആദ്യ ദിവസം കളക്ട് ചെയ്തിരുന്നത്. സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച 23 ലക്ഷം രൂപയാണ് കേരള ഗ്രോസ് കളക്ഷനായി ഈ സിനിമ സ്വന്തമാക്കിയത്. 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തിയ മലയാള സിനിമകളിൽ ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ പട്ടികയിൽ 4ാം സ്ഥാനമാണ് വല്യേട്ടനുള്ളത്. മലയാളത്തിൽ 4K റീ റിലീസിന് തുടക്കം കുറിച്ച സ്ഫടികം എന്ന സിനിമയാണ് 1ാം സ്ഥാനത്ത്. ആദ്യ ദിവസം 85 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി സ്ഫടികം നേടിയെടുത്തിരുന്നത്. 2ാം സ്ഥാനത്ത് മോഹൻലാലിന്റെ മണിച്ചിത്രത്താഴാണ്. 50 ലക്ഷം രൂപയാണ് കേരള ഗ്രോസ് കളക്ഷനായി ഈ സിനിമ കളക്ട് ചെയ്തിരുന്നത്. 3ാം സ്ഥാനത്തുള്ളത് ആദ്യ ദിവസം 30 ലക്ഷം കരസ്ഥമാക്കിയ ദേവദൂതൻ എന്ന മോഹൻലാൽ ചിത്രമാണ്. 4ാം സ്ഥാനത്തുള്ളത് വലിയേട്ടൻ എന്ന മമ്മൂട്ടി ചിത്രവുമാണ്. 23 ലക്ഷം രൂപയാണ് ആദ്യ ദിവസം ഈ സിനിമ കളക്ട് ചെയ്തത്. വലിയേട്ടൻ എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 30-35 ലക്ഷം റേഞ്ചിലാണ്. 2ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി 15 ലക്ഷത്തോളം കളക്ട് ചെയ്യാനാണ് സാധ്യത. 2ാം ദിവസമായ ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 25 ലക്ഷം രൂപയുമാണ്. അങ്ങനെ ആദ്യ 2 ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 60 ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്യാനാണ് സാധ്യത. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി എന്നിവർ പ്രധാന താരങ്ങളായി വൈശാഖരൻ സംവിധാനം ചെയ്ത് നവംബർ 21 വ്യാഴാഴ്ച തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് ഹലോ മമ്മി. ഈ ഹൊറർ കോമഡി ത്രില്ലർ സിനിമയുടെ ആദ്യ 9 ദിവസം വരെയുള്ള, അതായത് ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ ഈ സിനിമയുടേതായി പുറത്തു വന്ന കളക്ഷൻ റിപ്പോർട്ടിൽ നിന്നും വിഭിന്നമായി ആദ്യ 9 ദിവസം കൊണ്ട് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിരിക്കുന്നത് 3,10,00,000 രൂപയാണ്. ഈ ചിത്രം GCC മിഡിൽ ഈസ്റ്റ് കളക്ഷനായി കളക്ട് ചെയ്തത് 1,20,00,000 രൂപയുമാണ്. അങ്ങനെ 4,30,00,000 സ്വന്തമാക്കിയ ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഓവർസീസ് കളക്ഷനായി ആദ്യ 9 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് 50 ലക്ഷം രൂപയുമാണ്. അങ്ങനെ 9 ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 4,80,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 10ാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയിൽ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 70 ലക്ഷത്തോളം രൂപയാണ്. അങ്ങനെ ആദ്യ 10 ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തിരിക്കുന്നത് 5,50,00,000 രൂപയാണ്. വിവിധ സിനിമകളുടെ പോസ്റ്ററുകൾ, റിലീസിംഗ് തീയതി അങ്ങനെ തുടങ്ങി പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപർണ ബാലമുരളി, രാജ്ബി ഷെട്ടി എന്നിവർ അഭിനയിച്ച് ജിഷോ ലോൺ ആന്റണി സംവിധാനം ചെയ്യുന്ന രുധിരം എന്ന സിനിമയുടെ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് ജിഷോ ലോൺ ആന്റണി, ജോസഫ് കിരൺ ജോർജ് എന്നിവർ ചേർന്നാണ്. ഈ ചിത്രം ഡിസംബർ 13 വേൾഡ് വൈഡ് റിലീസായി എത്തിച്ചേരുന്നതാണ്. ടോവിനോ തോമസ് നായകനാകുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഐഡന്റിറ്റി. രാഗം മൂവീസിന്റെ മറൽ രാജു മല്യത്ത് നിർമ്മിക്കുന്ന ഈ സിനിമയുടെ തിരക്കഥ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അഖിൽ പോൾ, അനസ്ഖാൻ എന്നിങ്ങനെ 2 പേർ ചേർന്നാണ്. ചിത്രത്തിൽ തൃഷ, വിനയ് റായി, മന്ദിര ബേദി, ഷമ്മി തിലകൻ, അജു വർഗീസ്, അർജുൻ രാധാകൃഷ്ണൻ, അർച്ചന കവി, ഗോപിക രമേഷ് എന്നിങ്ങനെയാണ് മറ്റ് പ്രധാന അഭിനേതാക്കൾ. ഈ ടോവിനോ ചിത്രത്തിന്റെ ടീസർ ഈ വരുന്ന ഡിസംബർ 4 റിലീസ് ചെയ്യപ്പെടുന്നതാണ്. 2025 ജനുവരിയിലാണ് ഈ സിനിമയുടെ റിലീസിംഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മോഹൻലാൽ ശോഭന ജോഡികൾ ഒന്നിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് തുടരും. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ഈ ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയുടെ ഏറ്റവും പുതിയ പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നിരുന്നു. നാടോടിക്കാറ്റിനെ അനുസ്മരിപ്പിക്കുന്ന ചില രംഗങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പോസ്റ്ററാണ് പുറത്തു വന്നത്. എം രഞ്ജിത്ത് നിർമ്മിക്കുന്ന ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് തരുൺ മൂർത്തി, KR സുനിൽ എന്നിവർ ചേർന്നാണ്. 2025 ജനുവരി 30 ഈ സിനിമയുടെ റിലീസിംഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബേസിൽ ജോസഫ്, ലിജോമോൾ ജോസ്, ദീപക് പറമ്പോൾ എന്നിവർ പ്രധാന വേഷത്തിലെത്തി ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പൊന്മാൻ. GR ഇന്ദുഗോപൻ, ജസ്റ്റിൻ മാത്യു എന്നിവരാണ് ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ സിനിമയുടെ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2025 ഫെബ്രുവരി 6 വേൾഡ് വൈഡ് റിലീസ് പൂർത്തിയാക്കുന്നതാണ്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.